നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയ നടിമാർ തന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ എന്ന ഭയത്തിലാണ് സുരേഷ് ഗോപി എന്ന TN പ്രതാപൻ. തൃശൂരിൽ വിരിഞ്ഞത് താമരയല്ല ചെമ്പരത്തിപ്പൂവാണെന്ന് തൃശൂരുകാർക്ക് ബോധ്യപ്പെട്ടെന്നും TN പ്രതാപൻ. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വെളിച്ചം കാണാതിരിക്കാനാണ് സർക്കാർ ശ്രമിച്ചതെന്നും പുറത്തുവിടേണ്ട പല ഭാഗങ്ങളും പുറത്തുവിടാതിരിക്കുന്നത് സർക്കാരിന്റെ ചാലക ശക്തിയായി പ്രവർത്തിക്കുന്നവരെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണെന്നും പ്രൊഫസർ KA തുളസി. ഇരകൾക്കൊപ്പമെന്ന് പറഞ്ഞ സർക്കാർ വേട്ടക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും KA തുളസി. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പാലക്കാട് DCCയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം. ആരോഗ്യരംഗത്ത് കേരളത്തിന്റെ മുന്നേറ്റം ലോകമാകെ അംഗീകരിക്കപ്പെട്ടതാണെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. നിപ്പയെയും കോവിഡിനെയും പ്രതിരോധിക്കാൻ കഴിഞ്ഞത് സർക്കാരിന്റെ ആസൂത്രണ മികവെന്നും EN സുരേഷ് ബാബു. പാലക്കാട് KGNAയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ. പ്രകൃതി ദുരന്തവും പകർച്ചവ്യാധികളും സർക്കാരിന് കൊള്ള നടത്താനുള്ള വേദിയായി മാറിയെന്ന് CMP ജില്ലാ സെക്രട്ടറി P കലാധരൻ. പാലക്കാട് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് പ്രതിഷേധ മാർച്ച്. പട്ടാമ്പിയിൽ യഥാർത്ഥത്തിൽ ഇടതുപക്ഷമാണ് ആഭാസ സമരം നടത്തുന്നതെന്ന് മുസ്ലിം യൂത്ത് ലീഗ്. ജനങ്ങൾക്കു വേണ്ടി നടത്തുന്ന സമരത്തെ ആഭാസ സമരമായി ചിത്രീകരിക്കുന്ന ഇടതുപക്ഷത്തിന് എന്താണ് സംഭവിച്ചതെന്നും യൂത്ത് ലീഗ്. വിശദാംശങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വിവിധ കേന്ദ്രങ്ങളിൽ ഉടൻ വിശദീകരണ പൊതുയോഗങ്ങൾ നടത്തുമെന്നും യൂത്ത് ലീഗ് നേതാക്കൾ. പട്ടാമ്പിയിലെ പോലീസ് സംവിധാനം നാഥനില്ലാ കളരിയായി മാറിയെന്നും ആരോപണം. പട്ടാമ്പിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി BJPയും പ്രക്ഷോഭത്തിലേക്ക്. ഷൊർണൂർ വള്ളത്തോൾ നഗർ മേഖലയിൽ പുതിയ റെയിൽവേ മേൽപ്പാലത്തിനായുള്ള നടപടികൾ ഒരുങ്ങുന്നു. മേൽപ്പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി മേഖലയിൽ മണ്ണ് പരിശോധനാ നടപടികൾക്ക് തുടക്കമായി. മേൽപ്പാലം നിർമ്മിക്കുന്നത് മേഖലയിൽ റെയിൽവേ ലൈൻ ഇരട്ടിപ്പിക്കുന്നതിന്റെ ഭാഗമായി. കേരളത്തിലെ FPC കേഡറ്റുകൾ രാജ്യത്തിനാകെ മാതൃകയാണെന്ന് മുഹമ്മദ് മുഹസിൻ MLA. മികച്ച പൌരന്മാരെ വളർത്താനുള്ള നല്ല പദ്ധതിയായിട്ടാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ അറിയപ്പെടുന്നതെന്നും MLA. പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ സർക്കാർ ഹൈസ്കൂളുകളിലെ 2022-24 ബാച്ച് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് കൊപ്പത്ത് നടന്നു. വാർത്തകൾ വിശദമായി. ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയ നടിമാർ തന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ എന്ന ഭയമാണ് സുരേഷ് ഗോപിക്കെന്ന് TN പ്രതാപൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതോടെ ഭയവും കുറ്റബോധവും നിറഞ്ഞ അവസ്ഥയിലാണ് സുരേഷ് ഗോപി. തൃശൂരിൽ വിരിഞ്ഞത് താമരയല്ല ചെമ്പരത്തിപ്പൂവാണെന്നും TN പ്രതാപൻ തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. BJP MPക്ക് വേണ്ടി ജാമ്യം എടുക്കാൻ പറ്റുന്ന CPMന്റെ മുൻ MLA കാരാപ്രസാദാണ്. ഇനി ഞങ്ങൾ തൃശ്ശൂരിൽ നേരത്തെ പറഞ്ഞിരുന്നു ഒരു അന്തർധാര CPM BJP അന്തർധാര പറഞ്ഞു. അതിനൊക്കെയാണ് ഞങ്ങൾ സംശയിക്കുന്നത്. ഈ സിനിമാ നടന്മാരായ ആളുകൾ ചലച്ചിത്ര താരങ്ങളെ പീഡിപ്പിച്ചതിന് പോലീസ് കേസെടുക്കുകയും അവരുടെ പേര് നടപടി സ്വീകരിക്കണം പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് തൃശൂർ MP ആയ സുരേഷ് ഗോപിക്ക് ഇത്ര വലിയ തുള്ളലുണ്ടാകുന്നത്? ഒരുപക്ഷെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മാത്രമല്ല, ഹേമ കമ്മിറ്റിയുടെ മുൻപിൽ മൊഴി കൊടുത്ത ഏതെങ്കിലും ചലച്ചിത്ര താരങ്ങൾ തങ്ങളുടെ പേര് പരാമർശിച്ചിട്ടുണ്ടോ എന്നുള്ള കുറ്റബോധം സുരേഷ് ഗോപിയെ വേട്ടയാടുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ പരാതി ഉയർന്നതും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച ഇടതു സർക്കാർ സിനിമാ മേഖലയിൽ നിന്ന് നിരന്തരം പരാതി ഉയർന്നിട്ടും കാര്യക്ഷമമായ നടപടി സ്വീകരിക്കാത്തത് സർക്കാരിന്റെ ചാലക ശക്തികളായവരെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമെന്ന് KPCC ജനറൽ സെക്രട്ടറി KA തുളസി. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സമഗ്രമായ അന്വേഷണവും നടപടിയും ആവശ്യപ്പെട്ട് പാലക്കാട് DCC സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. വാഹനത്തിൽ വെച്ച് ഒരു നടി ആക്രമിക്കപ്പെട്ടതിന്റെ തുടർച്ചയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. നടിക്കെതിരെയുള്ള ആക്രമണത്തിന് പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്നായിരുന്നു അന്ന് പ്രശസ്ത ചലച്ചിത്ര താരം മഞ്ജു വാര്യർ വെളിപ്പെടുത്തിയത്. എന്നിട്ടും സിനിമാ മേഖലയിലെ അനാശാസ്യ പ്രവണതകൾ അന്വേഷിക്കാൻ സർക്കാർ തയ്യാറായില്ലെന്നും പീഡിതർക്ക് വേണ്ടി പറയുകയും പീഡകരെ സംരക്ഷിക്കാനുമാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ KA തുളസി പറഞ്ഞു. സർക്കാർ തയ്യാറായില്ല എന്നുള്ളത് ഇന്ന് ഈ നിമിഷത്തിൽ നമ്മൾ അതീവ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. നമുക്കറിയാം, ഇന്ത്യ കണ്ട ഏറ്റവും ജനകീയനായിട്ടുള്ള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ ഏതോ ഒരു സ്ത്രീ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ അത് അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാൻ ഒരു നിമിഷം പോലും ഒരു ആലോചിക്കേണ്ടി വന്നില്ല ഇടതുമുന്നണി സർക്കാരിന്. പക്ഷേ ഒരു യുവതി, അതും അറിയപ്പെടുന്ന ഒരു നടി, അതിനിഷ്ഠൂരമായി ലൈംഗികമായിട്ട് അതിക്രമം ഒരു വാഹനത്തിനുള്ളിൽ നേരിട്ടപ്പോൾ ആ കാര്യം അന്വേഷിക്കുന്നതിന് വേണ്ടി കേരള മനസാക്ഷി മുഴുവൻ ഒന്നടങ്കം ഉണർന്ന് പ്രവർത്തിച്ചപ്പോൾ അതിനെതിരെ ശബ്ദിച്ചപ്പോൾ അവിടെ ഒരു അന്വേഷണ കമ്മിറ്റി വെക്കുമ്പോൾ അതിന് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. കാരണം മറ്റൊന്നുമല്ല, ഈ സർക്കാരിനെ താങ്ങി നിർത്തുന്ന ചില ചാലക ശക്തികൾ, ആ ചാലക ശക്തികളുടെ പ്രധാനപ്പെട്ട കണ്ണികൾ ഈ അന്വേഷണവുമായിട്ട് ജുഡീഷ്യൽ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോയാൽ അവർക്കെതിരെയൊക്കെ അന്വേഷണം വരും. അവർ
പരിപാടിയിൽ DCC പ്രസിഡന്റ് എ തങ്കപ്പൻ അധ്യക്ഷനായി. മുൻ MP-മാരായ VS വിജയരാഘവൻ, രമ്യ ഹരിദാസ്, മുൻ MLA KA ചന്ദ്രൻ, KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ, സുമേഷ് അച്യുതൻ, PV രാജേഷ്, ബാലഗോപാൽ, CV സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആരോഗ്യരംഗത്ത് കേരളത്തിന്റെ മുന്നേറ്റം ലോകമാകെ അംഗീകരിക്കപ്പെട്ടതാണെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നഴ്സുമാരുടെ സംഘടനയായ KGNA-യുടെ നേതൃത്വത്തിൽ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്ത് എവിടെ പകർച്ചവ്യാധികൾ ഉണ്ടായാലും കേരളത്തെ ബാധിക്കുമെന്ന തിരിച്ചറിവിലാണ് ആരോഗ്യരംഗത്തെ സർക്കാർ സജ്ജമാക്കിയിരിക്കുന്നത്. നിപ്പയെയും കോവിഡിനെയും പ്രതിരോധിക്കാൻ കഴിഞ്ഞത് സർക്കാരിന്റെ ആസൂത്രണ മികവിലാണ്. കേരളത്തിലെ നഴ്സുമാർ മാലാഖമാരാണെന്ന് പൊതുസമൂഹത്തിന് വ്യക്തമായത് കോവിഡ് കാലത്താണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. നഴ്സുമാരുടെ എണ്ണം പരിഷ്കരിക്കുക, ആരോഗ്യരംഗത്തെ മികവ് നിലനിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു KGNA ധർണ നടത്തിയത്. പ്രസിഡന്റ് രോഷ്നി BR അധ്യക്ഷയായി. സെക്രട്ടറി സജി, ജയശ്രീ, സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രകൃതി ദുരന്തവും പകർച്ചവ്യാധികളും സർക്കാരിന് കൊള്ള നടത്താനുള്ള വേദിയായെന്ന് CMP ജില്ലാ സെക്രട്ടറി P കലാധരൻ. ക്ഷേമനിധി ഫണ്ടുകൾ വകമാറ്റുന്നുവെന്നാരോപിച്ച് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പാലക്കാട് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്ഷേമനിധികളിൽ നിന്നും കോടികൾ വകമാറ്റിയതോടെ അംഗങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കാത്ത സ്ഥിതിയാണ്. സംസ്ഥാന വികസനത്തിനേക്കാൾ അപ്പുറം ദൂർത്തിനാണ് സർക്കാർ പ്രാമുഖ്യം നൽകുന്നതെന്നും തൊഴിലാളി വർഗത്തെ ഇതുപോലെ വഞ്ചിച്ച സർക്കാർ കേരളത്തിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ലെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഒട്ടേറെ ആനുകൂല്യങ്ങൾ ഇന്ന് ഇല്ലാതാക്കുന്ന നിലപാടാണ് ഈ സർക്കാർ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിനെതിരായ ഈ ക്ഷേമനിധി ബോർഡിനെ നശിപ്പിക്കുന്ന ഈ നിലപാടിനെതിരെ UTUC, HMS, FITU, TUC, AIUTUC, NINTC എന്നീ സംഘടനകളാണ് ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. വിവിധ സംഘടനാ ഭാരവാഹികളായ അസീസ് ആലത്തൂർ, സുധാകരൻ പാക്കാട്, അബ്ദുൾ അസീസ്, B രാജേന്ദ്രൻ നായർ, PV ദാസ്, ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് BMSന്റെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ധർണാ സമരം നിർമ്മാണ ഫെഡറേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി S രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 13 മാസത്തെ നിർമ്മാണ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുക, വിവാഹം, ചികിത്സ, പ്രസവം തുടങ്ങി പുതിയ പെൻഷനുള്ള അപേക്ഷകൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് BMS സംസ്ഥാന വ്യാപകമായി എല്ലാ താലൂക്ക് ഓഫീസ് കേന്ദ്രങ്ങളിലേക്കും നടത്തുന്ന പ്രതിഷേധ ധർണയുടെ ഭാഗമായാണ് ഒറ്റപ്പാലത്തും ധർണാ സമരം സംഘടിപ്പിച്ചത്. ഒറ്റപ്പാലത്ത് സംഘടിപ്പിച്ച ധർണാ സമരത്തിൽ ഒറ്റപ്പാലം മേഖലാ പ്രസിഡന്റ് T നാരായണൻ അധ്യക്ഷനായി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറോട്ടൂർ ആശംസാ പ്രസംഗം നടത്തി. ചെർപ്പുളശ്ശേരി മേഖലാ സെക്രട്ടറി A ഉണ്ണികൃഷ്ണൻ സംസാരിച്ചു. ഷൊർണൂർ മേഖലാ ജോയിന്റ് സെക്രട്ടറി രാജു സ്വാഗതവും ഒറ്റപ്പാലം മേഖലാ വൈസ് പ്രസിഡന്റ് T സുന്ദരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ വള്ളത്തോൾ നഗർ റെയിൽവേ ലൈൻ ഇരട്ടിപ്പിക്കുന്നതിന്റെ ഭാഗമായി പുതുതായി നിർമ്മാണം തുടങ്ങാനിരിക്കുന്ന റെയിൽവേ മേൽപ്പാലങ്ങൾക്കായുള്ള പരിശോധനാ നടപടികൾക്ക് തുടക്കമായി. വടകര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കീഴിലുള്ള മാറ്റർ ലാബിലെ പരിശോധനാ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പരിശോധനാ നടപടികൾ നടന്നുവരുന്നത്. വടകര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കീഴിലുള്ള മാറ്റർ ലാബിലെ പരിശോധനാ സംഘമാണ് പുതിയ റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണ് പരിശോധന നടത്തിവരുന്നത്. ചെറുതുരുത്തി ഹൈസ്കൂളിനടുത്തുള്ള റെയിൽവേ പാലത്തിന് സമീപവും സംസ്ഥാനപാതയിലെ ഷൊർണൂർ SMP ജംഗ്ഷന് സമീപവും പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി സംഘാംഗങ്ങളുടെ നേതൃത്വത്തിൽ മണ്ണു പരിശോധന നടത്തി. പരിശോധന പൂർത്തിയാക്കി റെയിൽവേക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും അതിന്റെ ഭാഗമായിരിക്കും റെയിൽവേയുടെ തുടർ നടപടികളെന്നും പരിശോധനാ നടപടികൾക്ക് നേതൃത്വം നൽകുന്ന ജിയോളജിസ്റ്റ് അബ്ദുൽ കരീം പറഞ്ഞു. ഞങ്ങളെ ഊരാളുങ്കൽ സൊസൈറ്റി അറിയാമല്ലോ, വടകര ആസ്ഥാനമായിട്ട് ഊരാളുങ്കൽ സൊസൈറ്റിയുടെ അണ്ടറിലുള്ള മാറ്റർ ലാബാണ് ഞങ്ങളത്. മാറ്റർ ലാബിൻ്റെ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് മറ്റേ ഇതിൻ്റെ സോയിലിൻ്റെ സ്ട്രെങ്ത് നോക്കി അവർക്ക് നമ്മൾ റിപ്പോർട്ട് സമർപ്പിക്കും. പിന്നെയാണ് മറ്റുള്ള അവരെ വർക്കൊക്കെ ഇതിൻ്റെ ബേസിൽ വരാം. ഇത് എന്തിനാണ് ചെയ്യുന്നത്? ഇത് ഇവിടെ പിന്നെ ഈ ഡബ്ലിങ് പാലം ഉണ്ടാവുന്നത് അതിനൊക്കെ വേണ്ടിയിട്ടാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ജനങ്ങൾക്കു വേണ്ടി നടത്തുന്ന സമരത്തെ ആഭാസ സമരമാണെന്ന് ചിത്രീകരിക്കുന്ന ഇടതുപക്ഷത്തിന് എന്താണ് സംഭവിച്ചതെന്ന് യൂത്ത് ലീഗ് നേതാക്കൾ ചോദിച്ചു. യഥാർത്ഥത്തിൽ ഇടതുപക്ഷമാണ് ആഭാസ സമരം നടത്തുന്നത്.
ഇക്കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വിവിധ കേന്ദ്രങ്ങളിൽ ഉടൻ വിശദീകരണ പൊതുയോഗം നടത്തുമെന്നും യൂത്ത് ലീഗ് പട്ടാമ്പി നിയോജക മണ്ഡലം നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജനപ്രതിനിധികൾ അവരിൽ അർപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ പരാജയപ്പെടുമ്പോൾ പ്രതിപക്ഷ സംഘടനകൾ സമരത്തിനിറങ്ങുന്നത് ജനാധിപത്യ സംവിധാനത്തിലെ പ്രധാന ഇടപെടലാണെന്നത് LDFിനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടതില്ല എന്നതാണ് തങ്ങളുടെ വിശ്വാസമെന്നും യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു. പട്ടാമ്പിയിലെ ഗതാഗതക്കുരുക്കിൽ പൊതുജനങ്ങൾ പ്രതിഷേധത്തിലാണെന്നത് LDFിന് മനസ്സിലായ കാര്യമാണ്. അതിൻ്റെ കാരണം പാലത്തിലെ വൺ വേ ട്രാഫിക്കാണ്. കൈവരി തകർന്നിട്ട് മാസം തികയാനായി. യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾക്ക് പോലും ഒച്ചിനേക്കാൾ സാവധാനതയിലാണ് നടക്കുന്നത്. പാലം കൈവരി പുനഃസ്ഥാപിക്കുന്നതിന് കൊട്ടേഷൻ സ്വീകരിക്കുന്നത് ഓഗസ്റ്റ് 19 വരെയായിരുന്നു. അന്ന് തന്നെ തുറന്ന് അഗ്രിമെൻ്റ് ഒപ്പിടിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഇതൊക്കെ സർവ്വസാധാരണമായി നടക്കാറുള്ളതാണെന്ന് ജനപ്രതിനിധികൾ കൂടിയായ LDF നേതാക്കൾക്കും അറിയാം. എന്നിട്ടും 3 ദിവസം വെറുതെ താമസിപ്പിച്ചു. 22-നാണ് കൊട്ടേഷൻ തുറന്ന് CPI നേതാവ് കൂടിയായ ആൾക്ക് നൽകിയതെന്നും യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു. ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഗുരുവായൂർ നിലമ്പൂർ പാതയിലെ പ്രധാന ടൗണായ പട്ടാമ്പിയിലെ റോഡിലെ കുഴികളടയ്ക്കാൻ ഒരാളുടെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു. കമ്പിവേലി കെട്ടുന്ന ലാഘവത്തോടെ കൈകാര്യം ചെയ്യേണ്ടതല്ല കൈവരി എന്നാണ് മന്ത്രിയുടെ വാദം. സാങ്കേതിക നടപടിക്രമങ്ങൾ പാലിക്കണമത്രേ. ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ റോഡിലെ കുഴികളടയ്ക്കാൻ ഒരു സാങ്കേതിക തടസ്സവും ഉണ്ടായില്ലെന്നും യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു. അടിയന്തര പ്രാധാന്യത്തോടെ ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാത്ത അധികാരികൾക്കെതിരെ പ്രതിപക്ഷ യുവജന സംഘടനകൾ പ്രതികരിക്കലും പ്രതിഷേധിക്കലും അതിന് പൊതുസമൂഹത്തിൻ്റെ വലിയ പിന്തുണ ലഭിച്ചതുമാണ് LDFിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നമെന്നും നേതാക്കൾ പറഞ്ഞു. ഇടതുപക്ഷമാണ് സമരാഭാസങ്ങൾ നടത്തുന്നത്. ഇത് ജനങ്ങൾക്ക് തിരിച്ചറിയാനായാണ് വിവിധ കേന്ദ്രങ്ങളിൽ ഉടൻ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിക്കുന്നതെന്നും യൂത്ത് ലീഗ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സത്യത്തിൽ ഇവിടുത്തെ പട്ടാമ്പിയിലെ ഇടതുപക്ഷത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഞങ്ങൾ അത്ഭുതപ്പെടുകയാണ്. ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങൾ, ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉയർത്തപ്പെടുന്ന ചോദ്യങ്ങൾ, ഇതിനെയൊക്കെ പരിഹാസത്തോടു കൂടി കാണുന്ന ഒരു സാഹചര്യമാണ് പട്ടാമ്പിയിൽ ഉള്ളത്. ഇത് പൊതുജനങ്ങൾ തിരിച്ചറിയണം. ഇടതുപക്ഷം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ആഭാസം. ഇടതുപക്ഷം ജനവിരുദ്ധമായി കൊണ്ടാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പട്ടാമ്പിയിലെ ജനങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കൈവരിയുമായി ബന്ധപ്പെട്ട് ഇവിടെ പട്ടാമ്പിയും പാലത്തിനപ്പുറം തൃത്താല മണ്ഡലവുമാണ്. തൃത്താല മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് കേരളത്തിന്റെ ഒരു മന്ത്രിയാണ്, MP രാജേഷ്. കേരളത്തിന്റെ മന്ത്രിയാണ്. മന്ത്രിയുടെ മണ്ഡലത്തെ പോലും ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. ആ പാലത്തിലൂടെ ഗതാഗതം ഇങ്ങനെ ഒരു മാസക്കാലം പ്രയാസപൂർണമായി നടക്കുന്ന സാഹചര്യത്തിൽ ആ പാലം കൈവരിക്ക് വേണ്ടിയുള്ള സമരത്തിന് എതിരായി മന്ത്രി പറയുന്ന പ്രസ്താവന, കമ്പി വേലി കെട്ടുന്ന കണക്കെ കൈവരി കെട്ടാൻ നമ്മളെ കൊണ്ട് കഴിയോ? നടപടിക്രമങ്ങളില്ലേ? സാങ്കേതികത്വങ്ങളില്ലേ? ഭരണാനുമതി വേണ്ടേ? മറ്റു സാങ്കേതിക അനുമതികൾ ലഭ്യമാവേണ്ടേ എന്നൊക്കെ ചോദിച്ച് സമരങ്ങളെ പോലും പരിഹസിക്കുന്ന കാഴ്ചയാണ് പട്ടാമ്പിയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഇസ്മയിൽ വിളയൂർ, റഷീദ് കൈപ്പുറം, PM സൈഫുദ്ദീൻ, VK ജാഷിർ, ഷഫീഖ്, മൻസൂർ പാലത്തിങ്ങൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. പട്ടാമ്പിയിൽ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച BJPയും സമരമുഖത്തേക്ക്. പട്ടാമ്പിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കുക, പുതിയ പാലം ഉടൻ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഓഗസ്റ്റ് 31-ന് പട്ടാമ്പി MLA ഓഫീസിലേക്ക് BJP മാർച്ച് സംഘടിപ്പിക്കുമെന്ന് BJP പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പട്ടാമ്പി ടൗണിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക, പട്ടാമ്പി പാലത്തിലൂടെയുള്ള ഗതാഗത പ്രശ്നം പരിഹരിക്കുക, കൈവരികൾ ഉടൻ നിർമ്മിക്കുക, പട്ടാമ്പിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, പട്ടാമ്പിയിൽ പുതിയ പാലം ഉടൻ നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഓഗസ്റ്റ് 31-ന് പട്ടാമ്പി MLA ഓഫീസിലേക്ക് BJP മാർച്ച് സംഘടിപ്പിക്കുന്നത്. കൽപ്പക സ്ട്രീറ്റിൽ നിന്നും ആരംഭിക്കുന്ന മാർച്ചിൽ നിരവധി പേർ പങ്കെടുക്കും. തുടർന്ന് BJP സംസ്ഥാന വക്താവ് CK പത്മനാഭൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. ഗതാഗതം വളരെ ദയനീയമായ അവസ്ഥയിലാണ് പട്ടാമ്പിയിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അനുഭവപ്പെടുന്നത്. നമ്മളുടെ ഓങ്ങല്ലൂർ തൊട്ടിട്ട് പട്ടാമ്പി ടൗണിലേക്ക് എത്തണമെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂർ സമയത്തിലധികം വേണ്ടി വരികയാണ്. ഈ നമ്മളുടെ ഇവിടുത്തെ MLA ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് യാതൊന്നും ഇത്ര നാളായിട്ട് ചെയ്യുന്നില്ല. ശരിക്ക് ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടുത്തെ DYFIയുടെ ഒരു നേതാവിൻ്റെ പത്രസമ്മേളനം നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൽ അദ്ദേഹം പറഞ്ഞത് ഈ പട്ടാമ്പിയിലെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുകയാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ദുരിതം അനുഭവിക്കുകയാണ് എന്നാണ് പറഞ്ഞത്.
അപ്പോൾ അത്രത്തോളം അതപ്പതിച്ചിരിക്കുന്നു പട്ടാമ്പിയിലെ MLA-യുടെ പ്രവർത്തനങ്ങൾ. ടൗണിലെ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് പോലീസ് പിഴ ചുമത്തുന്ന നടപടിക്രമങ്ങൾ ചില താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്നും BJP നേതാക്കൾ ഉന്നയിച്ചു. വാർത്താസമ്മേളനത്തിൽ BJP നിയോജകമണ്ഡലം പ്രസിഡന്റ് VC സന്തോഷ്, ജനറൽ സെക്രട്ടറിമാരായ C അനിൽകുമാർ, E ഗോപിനാഥ്, BJP സംസ്ഥാന കൗൺസിൽ അംഗം V തങ്കമോഹനൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കൽ പ്രവർത്തികൾ ഓഗസ്റ്റ് 30 വെള്ളിയാഴ്ച രാത്രി 10 മണി മുതൽ ആരംഭിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി അറിയിച്ചു. ഈ സമയം പാലത്തിന് മുകളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. നിലവിൽ കൈവരികൾ ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. പാലത്തിന്റെ പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ടെൻഡർ നടപടികളെല്ലാം സ്വീകരിച്ചതിന് ശേഷം കഴിഞ്ഞ 22-ന് ടെൻഡർ പൊട്ടിച്ച് 23-ന് എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞ് അതിന്റെ പണികൾ അന്ന് തന്നെ തുടങ്ങിയതാണ്. അത് വർക്ക്ഷോപ്പിൽ വെച്ചുകൊണ്ട് ലെയ്ത്തിൽ വെച്ചുകൊണ്ട് അതിന്റെ വെൽഡിങ്ങും മറ്റു വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം പണി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നാളെ 30/8/24 രാത്രി 10 മണി മുതൽ 31/8/24 6 മണി വരെ ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ട് അതിന്റെ പണി പാലത്തിൽ നടക്കുകയാണ്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമുന്നയിച്ച് സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കൺവെൻഷൻ വനിതാ വിംഗ് സംസ്ഥാന കമ്മിറ്റി അംഗം K കുമാരി സത്യേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വനിതകളുടേതായിട്ടുള്ള കൺവെൻഷൻ ആണെന്നും കൂടി നമ്മളെക്കാൾ കൂടുതൽ ഇതായിട്ടുള്ളത് അവരാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഒരു ഇത് പറയാനുള്ളത്, നമുക്കൊരു വിനോദയാത്ര നടത്താൻ പറ്റി. ഇത്രയും ചെറിയൊരു കാലയളവ് നമ്മുടെ ഈ മേഖലാ കമ്മിറ്റി, ഷൊർണൂർ മേഖലാ കമ്മിറ്റിക്ക് വയോജനങ്ങളെ ഉൾക്കൊള്ളിച്ച് ഒരു വിനോദയാത്ര നടത്താൻ പറ്റി എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. മഞ്ഞക്കാട് മേഖലാ കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച കൺവെൻഷനിൽ ഷൊർണൂർ മേഖലാ വനിതാ സെക്രട്ടറി PA പത്മജം സ്വാഗതം ആശംസിച്ചു. പ്രസിഡന്റ് ശ്രീമതി അധ്യക്ഷയായി. വനിതാ പാലക്കാട് ജില്ലാ ജോയിന്റ് കൺവീനർ K രേണുകാദേവി മുഖ്യപ്രഭാഷണം നടത്തി. വനിതാ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം P ഹേമലത സംസാരിച്ചു. ആർമുഖൻ പരിപാടിക്ക് നന്ദി പറഞ്ഞു. ഷൊർണൂർ മേഖലാ കമ്മിറ്റിയിൽ നിന്നും വിവിധ യൂണിറ്റുകളിൽ നിന്നുമായി നിരവധി ഭാരവാഹികൾ കൺവെൻഷനിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. കേരളത്തിലെ SPC കേഡറ്റുകൾ രാജ്യത്തിനാകെ മാതൃകയാണെന്ന് മുഹമ്മദ് മുഹസിൻ MLA. മികച്ച പൌരന്മാരെ വാർത്തെടുക്കാനുള്ള നല്ല പദ്ധതിയായിട്ടാണ് SPC അറിയപ്പെടുന്നതെന്നും MLA പറഞ്ഞു. വിവിധ സർക്കാർ വിദ്യാലയങ്ങളിലെ 2022-24 ബാച്ച് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മുഹമ്മദ് മുഹസിൻ MLA. ആദ്യമേ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുകയാണ്. ഈ മാർച്ച് പാസ്റ്റ് അതിമനോഹരമായിട്ടാണ് നിങ്ങളെല്ലാവരും ചെയ്തിട്ടുള്ളത്. വളരെ ചടുലതയോടെ ചിട്ടയോടുകൂടി അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് കേരളം മറ്റു പല കാര്യത്തിലും നമ്മുടെ രാജ്യത്തിന് മാതൃകയായിട്ടുള്ളത് പോലെ തന്നെ ഈ പ്രോജക്റ്റ് നമ്മൾ കൊണ്ടുവന്നതാണ്. കേരളത്തിൽ നിന്ന് ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളെല്ലാം മാതൃകയാക്കിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ നിയമത്തെ അനുസരിക്കുന്ന അച്ചടക്കമുള്ള മികച്ച പൗരന്മാരെ വാർത്തെടുക്കാനുള്ള നല്ല പദ്ധതിയായിട്ടാണ് SPC അറിയപ്പെടുന്നത്. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, വെളിയൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ, നടുവട്ടം ഗവൺമെന്റ് ജനത ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ ഹൈസ്കൂൾ വിഭാഗത്തിലെ 2022-24 ബാച്ച് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് കൊപ്പം സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്നത്. 3 വിദ്യാലയങ്ങളിൽ നിന്നായി 132 കേഡറ്റുകൾ പങ്കെടുത്തു. പരേഡിന് മുഹമ്മദ് മുഹസിൻ MLA സല്യൂട്ട് സ്വീകരിച്ചു. ചടങ്ങിൽ കൊപ്പം പോലീസ് സ്റ്റേഷൻ SHO ശിവശങ്കരൻ കേഡറ്റുകൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഷാബരി ടീച്ചർ, കമ്മുകുട്ടിയിടത്തോൾ, അസീസ് മാസ്റ്റർ, T ഉണ്ണികൃഷ്ണൻ, ബേബി ഗിരിജ, പ്രധാനാധ്യാപിക രാധ ടീച്ചർ, കൊപ്പം സ്കൂൾ പ്രധാനാധ്യാപിക ജലജ ടീച്ചർ, വെളിയൂർ സ്കൂൾ പ്രധാനാധ്യാപിക നിഷ് ടീച്ചർ, നടുവട്ടം ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജൂഡ് ലൂയിസ്, കൊപ്പം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഷാജി മാസ്റ്റർ, ഉമ്മർ മാസ്റ്റർ, കൊപ്പം പോലീസ് സ്റ്റേഷൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അഭിലാഷ്, മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി.
മാത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രത്യേക ക്ഷയരോഗ നിർണയ പരിപാടിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. പരിപാടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ.ആർ. വിദ്യ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മെഡിക്കൽ ഓഫീസേഴ്സ് പിന്നെ അതുപോലെ നമ്മുടെ കഴിഞ്ഞ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ അതിലൊക്കെ എന്ത് ആക്ഷനാണ് ചെയ്യുക എന്നുള്ള കാര്യം ഇവരോട് ശ്രദ്ധിക്കാൻ പറയുന്നത്. മാത്തൂർ വെട്ടിക്കാട് അയ്യങ്കാളി മെമ്മോറിയൽ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പഞ്ചായത്ത് തല ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത മുരളീധരൻ അധ്യക്ഷയായി. ജില്ലാ TB ഓഫീസർ ഡോക്ടർ ഹരിദാസ് വിഷയാവതരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR പ്രസാദ്, പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയശ്രീ പ്രകാശൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നദീറ ഇസ്മായിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AR പ്രേമദാസൻ, പഞ്ചായത്ത് അംഗങ്ങളായ K. വിനോദ്, K. രാധാകൃഷ്ണൻ, V. രമേഷ് കുമാർ, കുഴൽമന്നം സാമൂഹിക ആരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ M. A. സിന്ധു, അക്ഷയജ്യോതി നോഡൽ ഓഫീസർ ഡോക്ടർ വൈശാഖ്, ആലത്തൂർ TB യൂണിറ്റിലെ ഡോക്ടർ റമീസ് എന്നിവർ സംസാരിച്ചു. മാത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രശ്മി സൂസൻ സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ AK. സുരേഷ് നന്ദിയും പറഞ്ഞു. പരിപാടിയിൽ വെച്ച് കൊതുക് ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ ക്വിസ് മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും TB ആക്റ്റീവ് സർവൈലൻസുമായി ബന്ധപ്പെട്ട് പുതിയ രോഗികളെ കണ്ടെത്തിയ ആശാമാരെ ആദരിക്കുകയും ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ AK. സുരേഷ് പരിപാടിക്ക് നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പട്ടാമ്പി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേലെ പട്ടാമ്പിയിൽ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം നടത്തി. കഴിഞ്ഞ ദിവസം നടന്ന LDFന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ കൂട്ടായ്മകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പട്ടാമ്പി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം നടത്തിയത്. മേലെ പട്ടാമ്പിയിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം DCC സെക്രട്ടറി PK. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വളരെ പെട്ടെന്ന് അതിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കുമെന്ന് തീരുമാനിച്ചു. എന്നാൽ 20 ദിവസം കഴിഞ്ഞും ആ കൈവരികൾ പുനഃസ്ഥാപിക്കുന്നതിന്റെ ഒരു ലക്ഷണങ്ങളും ഉണ്ടായിട്ടില്ല. ഇവിടെ സൂചിപ്പിച്ച പോലെ MLA ഓരോ ദിവസവും ഓരോ പ്രസ്താവനകൾ ഇറക്കും. ടെൻഡർ നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്, ടെൻഡർ ലഭിച്ചിട്ടുണ്ട്, അത് പൊളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ ജനങ്ങൾ മണിക്കൂറുകളോളം ക്യൂ നിന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. വളരെ ബുദ്ധിമുട്ടാണ്. ആകെ സ്തംഭനാവസ്ഥയിലായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി OK. ഫാറൂഖ് മുഖ്യപ്രഭാഷണം നടത്തി. ഉമ്മർ കീഴായൂർ അധ്യക്ഷനായി. KR. നാരായണസ്വാമി, ET. ഉമ്മർ, രാമദാസ് മാസ്റ്റർ, K. ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം പട്ടാമ്പിയിൽ 3 ഇടങ്ങളിലായി LDF നടത്തിയ പ്രതിഷേധ കൂട്ടായ്മയ്ക്കെതിരെയാണ് കോൺഗ്രസ് രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ ഓങ്ങല്ലൂരിൽ ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചു. കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധി സെസ്സുമായി ബന്ധപ്പെട്ടാണ് ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചത്. യൂണിയൻ ഏരിയ സെക്രട്ടറി T. ഷാജി ഓപ്പൺ ഫോറം ഉദ്ഘാടനം ചെയ്തു. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ ട്രഷറർ NP. വിനയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. അതിൽ തന്നെ വീട്ടാവശ്യത്തിന് താമസത്തിന് വേണ്ടി വീട് നിർമ്മിക്കുന്നവർ 10 ലക്ഷത്തിൽ കൂടുതൽ വെച്ചാൽ മതി. 10 ലക്ഷത്തിൽ കൂടുതൽ ചെലവഴിച്ച് നിർമ്മിക്കുന്ന വീടിന് 1% കൊടുക്കേണ്ടതുള്ളൂ. മറ്റ് വാണിജ്യ ആവശ്യത്തിനോ വ്യാപാര ആവശ്യത്തിനോ ഒക്കെ നിർമ്മിക്കുന്ന പ്രവൃത്തികളുണ്ടല്ലോ, അതിന് 1 ലക്ഷമാണെങ്കിലും കൊടുക്കണം. വീട് വെക്കാൻ, വീടിന് വേണ്ടി 10 ലക്ഷം താഴെയുള്ള വീടുകളൊന്നും സെസ് കൊടുക്കേണ്ടതില്ല. യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PP. വിജയൻ അധ്യക്ഷനായി. AM. നാരായണൻ മാസ്റ്റർ, M. രാമചന്ദ്രൻ, TV. ഗിരീഷ്, TP. രജീഷ്, വാസുദേവൻ മാസ്റ്റർ, K. ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU ഓങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പറളി മൈനോറിറ്റി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറളി ഹയർ സെക്കൻഡറി സ്കൂളിലെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഓണക്കോടി വിതരണം ചെയ്തു. മൈനോറിറ്റി കോൺഗ്രസ് പറളി മണ്ഡലം പ്രസിഡന്റ് MM. മുജീബ് റഹ്മാൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ P. രേണുക, TV. ജ്യോതി, PG. മനോജ്, സച്ചിദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ശ്രീമൂലസ്ഥാനത്തെ ആൽമുത്തശ്ശിയെ കാണാൻ വനം മന്ത്രി നേരിട്ടെത്തി. ചികിത്സയിലൂടെ ആരോഗ്യം വീണ്ടെടുത്ത ആൽമരത്തിന്റെ വിശേഷം STV കഴിഞ്ഞ ദിവസം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിരുന്നു. 160-ലധികം വർഷം പഴക്കമുള്ളതാണ് ഈ ആൽമുത്തശ്ശി. കാലപ്പഴക്കം മൂലം വീടാറായ ആൽമരത്തിന്റെ കൊമ്പുകൾ മുറിച്ചു മാറ്റിയിരുന്നു.
എന്നാൽ മരം പൂർണ്ണമായും മുറിച്ചുമാറ്റുന്നതിന് മുൻപ് ഒരു പരീക്ഷണം എന്നോണം മരത്തിന് ചികിത്സ നൽകി. ക്ഷേത്ര അധികൃതരും KFRAയിലെ ശാസ്ത്രജ്ഞരും ചേർന്നായിരുന്നു ചികിത്സ. ഒടുവിൽ ചികിത്സ ഫലം കണ്ടു. ആ മുത്തശ്ശിയുടെ ചില്ലകളും ഇലകളും തളിർത്ത് ആരോഗ്യം വീണ്ടെടുത്തു. വാർദ്ധക്യത്തിൽ നിന്ന് തിരികെ യൗവനത്തിലേക്ക് എത്തിയ ആൽമുത്തശ്ശിയുടെ കഥ STV ന്യൂസ് വാർത്തയാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വനമന്ത്രി AK ശശീന്ദ്രൻ തന്നെ നേരിട്ടെത്തിയത്. ആ പരീക്ഷണം വിജയകരമായി മുന്നേറുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് ഇന്നിപ്പോൾ നമ്മൾ നേരിട്ട് കണ്ട ഈ ആൽമരം തളിരിട്ട് നിൽക്കുന്ന മനോഹരമായ കാഴ്ച. അപ്പോൾ വൃക്ഷ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മറ്റ് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ പരമ്പരാഗത രീതിയെയും ആധുനികതയെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയും മരങ്ങൾ സംരക്ഷിക്കാൻ കഴിയും എന്ന് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. ക്ഷേത്രഭൂമിയിൽ കാലപ്പഴക്കം മൂലം നാശത്തിന്റെ വക്കിലായ മറ്റു മരങ്ങൾക്ക് കൂടി ഇത്തരത്തിൽ ചികിത്സ നൽകി ആരോഗ്യം വീണ്ടെടുക്കാനുള്ള പദ്ധതികൾ ആരംഭിക്കുമെന്ന് വനമന്ത്രി പറഞ്ഞു. വാർദ്ധക്യത്തിന്റെ അവശതയിൽ ഒടിഞ്ഞു വീഴാറായ ആൽമരം ഇന്ന് തളിർനാമ്പുകളുടെ ശോഭയിൽ അതീവ സുന്ദരിയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയ നടിമാർ തന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ എന്ന ഭയത്തിലാണ് സുരേഷ് ഗോപി എന്ന TN പ്രതാപൻ. തൃശൂരിൽ വിരിഞ്ഞത് താമരയല്ല ചെമ്പരത്തിപ്പൂവാണെന്ന് തൃശൂരുകാർക്ക് ബോധ്യപ്പെട്ടെന്നും TN പ്രതാപൻ. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വെളിച്ചം കാണാതിരിക്കാനാണ് സർക്കാർ ശ്രമിച്ചതെന്നും പുറത്തുവിടേണ്ട പല ഭാഗങ്ങളും പുറത്തുവിടാതിരിക്കുന്നത് സർക്കാരിന്റെ ചാലക ശക്തിയായി പ്രവർത്തിക്കുന്നവരെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണെന്നും പ്രൊഫസർ KA തുളസി. ഇരകൾക്കൊപ്പമെന്ന് പറഞ്ഞ സർക്കാർ വേട്ടക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും KA തുളസി. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പാലക്കാട് DCCയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം. ആരോഗ്യരംഗത്ത് കേരളത്തിന്റെ മുന്നേറ്റം ലോകമാകെ അംഗീകരിക്കപ്പെട്ടതാണെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. നിപ്പയെയും കോവിഡിനെയും പ്രതിരോധിക്കാൻ കഴിഞ്ഞത് സർക്കാരിന്റെ ആസൂത്രണ മികവെന്നും EN സുരേഷ് ബാബു. പാലക്കാട് KGNAയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ. പ്രകൃതി ദുരന്തവും പകർച്ചവ്യാധികളും സർക്കാരിന് കൊള്ള നടത്താനുള്ള വേദിയായി മാറിയെന്ന് CMP ജില്ലാ സെക്രട്ടറി P കലാധരൻ. പാലക്കാട് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് പ്രതിഷേധ മാർച്ച്. പട്ടാമ്പിയിൽ യഥാർത്ഥത്തിൽ ഇടതുപക്ഷമാണ് ആഭാസ സമരം നടത്തുന്നതെന്ന് മുസ്ലിം യൂത്ത് ലീഗ്. ജനങ്ങൾക്കു വേണ്ടി നടത്തുന്ന സമരത്തെ ആഭാസ സമരമായി ചിത്രീകരിക്കുന്ന ഇടതുപക്ഷത്തിന് എന്താണ് സംഭവിച്ചതെന്നും യൂത്ത് ലീഗ്. വിശദാംശങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വിവിധ കേന്ദ്രങ്ങളിൽ ഉടൻ വിശദീകരണ പൊതുയോഗങ്ങൾ നടത്തുമെന്നും യൂത്ത് ലീഗ് നേതാക്കൾ. പട്ടാമ്പിയിലെ പോലീസ് സംവിധാനം നാഥനില്ലാ കളരിയായി മാറിയെന്നും ആരോപണം. പട്ടാമ്പിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി BJPയും പ്രക്ഷോഭത്തിലേക്ക്. ഷൊർണൂർ വള്ളത്തോൾ നഗർ മേഖലയിൽ പുതിയ റെയിൽവേ മേൽപ്പാലത്തിനായുള്ള നടപടികൾ ഒരുങ്ങുന്നു. മേൽപ്പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി മേഖലയിൽ മണ്ണ് പരിശോധനാ നടപടികൾക്ക് തുടക്കമായി. മേൽപ്പാലം നിർമ്മിക്കുന്നത് മേഖലയിൽ റെയിൽവേ ലൈൻ ഇരട്ടിപ്പിക്കുന്നതിന്റെ ഭാഗമായി. കേരളത്തിലെ FPC കേഡറ്റുകൾ രാജ്യത്തിനാകെ മാതൃകയാണെന്ന് മുഹമ്മദ് മുഹസിൻ MLA. മികച്ച പൌരന്മാരെ വളർത്താനുള്ള നല്ല പദ്ധതിയായിട്ടാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ അറിയപ്പെടുന്നതെന്നും MLA. പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ സർക്കാർ ഹൈസ്കൂളുകളിലെ 2022-24 ബാച്ച് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് കൊപ്പത്ത് നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.